എന്റെ പറച്ചു നീ ഒരുത്തനെയും കാണുന്നില്ല, മൊബൈൽ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. രാവിലെ എന്തൊരു പരിപാടി ഖാദർ പോയി? പത്രത്തിൽ എന്തിനൊക്കെ വിശേഷം? ആപാടെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആണല്ലോ മുഖത്ത്. എന്ത് പറ്റി? അമീറ അമീറ, നീ സംഭവം അറിഞ്ഞോ? ഈ പത്രം വല്ലതും വായിച്ചോ? ഇവിടെ നോക്കിയേ. എന്തോന്ന് ഖാദറെ കിടന്ന് വിരൽ പിടിക്കുന്നത്? എന്ത് പറ്റി? എന്തോന്നറേ പത്രത്തിൽ എന്തോന്ന് കുഴപ്പം? ഖാദറെ, നീ അറിഞ്ഞോ വല്ലതും? ഒന്നും പറയണ്ട. 1991 സാമ്പത്തിക പ്രതിസന്ധി മൂലം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ 274 ടൺ സ്വർണമാണ് അവിടെ പണയം വെച്ചിരുന്നത്. ആ സ്വർണം നെഞ്ചും പിരിച്ച് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇത് വളരെ സുരക്ഷിതമായിട്ടാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ സ്വർണം കിട്ടിയത് കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർ അതിഭയങ്കരമായ ആഹ്ലാദത്തിന്റെ ആഘോഷത്തിലാണ്. ഇതൊരു വൻ നേട്ടമാണ്. അല്ല അമീറെ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാണോ അതോ കടയിൽ വല്ല ഇറച്ചി മേടിക്കാൻ പോകാൻ ഇറങ്ങിയതാണോ? ഞാനേ ഇത്തിരി ഇറച്ചി മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. അപ്പോഴാണ് നിങ്ങൾ ഈ പത്രം വായിച്ച് തലയും ചൊറിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇറച്ചി മേടിക്കാൻ ഇറങ്ങിയതാണ്. പോയിട്ട് വാ. ഖാദർ ഭായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹിന്ദുക്കളുടെ ദേവാലയങ്ങളിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ, അതായത് സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് വലിയ വലിയ കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരൊരു മണ്ടന്മാര് തന്നെ അല്ലേ? അങ്ങനെ നോക്കാനാണെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു വർഷത്തെ വരുമാനം മതി ഇവിടെ കോളേജുകളും ഹോസ്പിറ്റലുകളും അതുപോലുള്ള സ്ഥാപനങ്ങൾ പലതും കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ആരാ ചെയ്യുന്ന? ഖാദറുമായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൈയിട്ട് ഉള്ള ദേവാലയങ്ങളിൽ നിന്ന് പോയിട്ട് അവിടെ വെച്ചേക്കുന്ന സ്വർണം പുല്ലും ഒക്കെ അടഞ്ഞു മാറ്റി അമ്മമാര് അന്യ രാജ്യങ്ങളിൽ ഐലൻഡുകൾ മേടിച്ച് വീടും പണിഞ്ഞ് അവിടെ സുഖവാസ കേന്ദ്രങ്ങളും ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെന്ന് പറയുന്ന മണ്ടന്മാർക്ക് ഇനി വരാൻ പോണത് വേറെ പലതുമായിരിക്കും. ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ്റെയൊക്കെ കച്ചവടം നമ്മളെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ കണ്ട ഇവിടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കിയിടും, ഹോസ്പിറ്റലുകൾ. അവരൊക്കെ പഠിക്കാൻ വരുന്ന നമ്മളെയൊക്കെ കോളേജുകളിലാണ്. അതില്ലെങ്കിൽ അവർ ബാംഗ്ലൂരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. എമാരൊക്കെ മൂളയുണ്ടാ. ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ സംഭവം എടുത്ത് ദൂരെ കളയണം. അറിയാമോ? എന്തോ പറയാനാ പടച്ചോനെ. ഇത് അവിടെ കൂട്ടി വെക്കാതെ അത് എടുത്ത് പാവങ്ങൾക്കൊക്കെ കൊടുത്ത്, വീടില്ലാത്തവന് വീടും കൂടില്ലാത്തവന് കൂടും കൊടുത്ത് അവരെയൊക്കെ ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യണ്ടേ? ഇതെന്തോരം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. എൻ്റെ അമീറെ, ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഒന്ന് തലവരിക്കുക, പിന്നത്തേത് എനിക്ക് കുശുമ്പ് തോന്നുക. അതേമായി നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കുന്നതിന് അതൊക്കെ പണ്ടത്തെ ഭരിക്കാൻ അറിയാവുന്ന രാജാക്കന്മാര് മുതൽക്കൂട്ടായിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ എടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതാണ്. ഇപ്പൊ ഇവിടത്തെ രാജാക്കന്മാരുണ്ട് ഉള്ള എല്ലാം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ട്. ഇങ്ങനെ തന്നെ വേണം. നമുക്ക് ആവശ്യമാണ് ഈ ദേവാലയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും പണ്ടങ്ങളും എല്ലാം ആവശ്യമാണ്. അത് വേണം, അങ്ങനെ വേണം ചെയ്യാൻ. അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സമ്പത്താണ്, അറിയാ. പിന്നെ നിങ്ങൾ ഇടന്ന് കുശുമ്പും ഒക്കെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമീറെ, നമ്മുടെ ഭരണാധികാരികൾക്ക് കൈയിട്ട് വരാനും മോഷിക്കാനും അടിച്ചു മാറ്റാനുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുക ദേവാലയം. ഏതായിരുന്നാലും കൊള്ളാം. ഇവർക്ക് മൂളയില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്.